ഇത് മാറ്റി കളയണം. ഹലോ, ഇത് നമുക്ക് ഫ്രെയിമിൻ്റെ വർക്കായിട്ടുള്ളത്. ഒരു 4 ഫ്രെയിം സെറ്റ് ചെയ്യാനുണ്ട്. പക്ഷെ ഇതിൻ്റെ ഡെലിവറിയൊക്കെ കുറച്ച് ഡിസ്റ്റൻ്റ് ആണ്. അത് എനിക്ക് തന്നെ കൊണ്ടു കൊടുക്കണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. ഇതാണ് നമ്മുടെ ഫ്രെയിമിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഏതായാലും ഫ്രെയിം സെറ്റ് ചെയ്തു. ഇനി നമുക്കിത് റാപ്പ് ചെയ്യണം. ഞാൻ വിചാരിച്ച മോഡലിൽ എനിക്ക് റാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ ഒന്ന് പാളിയ വേറൊന്നാണല്ലോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെങ്കിലും അവിടെ എത്തിക്കണം. ഒരു 2-2.5 മണിക്കൂർ അത്രേ ഉള്ളൂ. ഏതായാലും നമ്മൾ ഇരിട്ടി എത്തി. ഇതാ ആ കാണുന്നതാണ് ഇരിട്ടിപ്പാലം. നമ്മുടെ ബ്രിട്ടീഷുകാർ പണിഞ്ഞ പാലല്ലേ, അതന്നെ. ഞങ്ങൾ എത്തിയപ്പോഴത്തേനും കുറച്ചധികം ലേറ്റ് ആയിരുന്നേ. പെസ ആയതുകൊണ്ട് അവർ ഞങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പം മുറിക്കാൻ വേണ്ടി. പിന്നെ അപ്പുറം ഇപ്പുറമുള്ള വീട്ടിലൊക്കെ പോയി അപ്പൊക്കെ മുറിച്ച് തിരിച്ച് വീട്ടിലെത്തിൻ്റെ സമയമായി. അപ്പം മുറി കഴിഞ്ഞപ്പോഴത്തേനും ആള് കയറി കിടന്നുറങ്ങി. ഇനി എന്ത് ചെയ്യും? നാളെ കൊടുക്കാലോ. ഇതേ ഈ ഇരിക്കുന്ന ആളട്ടോ ഞങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും സ്പെഷ്യൽ വൺ. ഇതാണ് അമ്മച്ചി, നമ്മുടെ കഥാനായിക. അങ്ങനെ ഇരിക്കാൻ ഞാൻ നമ്മുടെ ഫ്രെയിം കൊടുത്തു. ആൾക്ക് ഇപ്പിച്ചിരി വയ്യാത്തോണ്ട് നമ്മുടെ ഫ്രെയിമിന്റെ കഥയൊന്നും അങ്ങോട്ടൊന്നും കത്തിയിട്ടില്ല. പോട്ടെ, എന്നാലും ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.